ചെയ്ത് തട്ടിക്കൊടുത്ത് അതിനൊക്കെ കവറിഞ്ഞ് ഊരി വരും. അതിൻ്റെ അകത്ത് കയറുന്നതെന്ന് വെച്ചാൽ മെയിൻ കയറുന്നതെന്ന് വെച്ചാൽ പീസിലാണ്. അപ്പോൾ ആ പീസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. കോയിലും എല്ലാ ഭാഗങ്ങളും ഫാനും എല്ലാം നമ്മൾ ഇറക്കി ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഏത് നമ്മളിപ്പോൾ ഓണാക്കുകയാണ്. ഇപ്പോൾ ഇപ്പം നമ്മൾ ഓണാക്കുമ്പോൾ ഓവൻ വർക്കായിട്ടുണ്ട്. അപ്പം ഹലോ, മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ ആളാക്കി ഇടാൻ മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ അവസരം വരേണ്ട ലൈക്ക് ചെയ്യുന്ന മറന്നോ, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുന്ന കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക. അതിനൊക്കെ ഇന്നത്തെ നമ്മൾ വർക്കെന്ന് വെച്ചാൽ ഒരു മൈക്രോ ഓവൻ്റെ വർക്കാണ്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ എല്ലാ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുവിധമുള്ള ഫ്ലാറ്റുകളിലായാലും അതൊക്കെ വീടുകളിലായാലും ഇപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ നോർമലാണ്. അതായത് അക്കോമഡേഷനിൽ ഇവിടെയൊക്കെ ആയാലും മൈക്രോ ഓവൻ കാണും. അന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഭക്ഷണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ മൈക്രോ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ചൂടാക്കി കിട്ടുകയും ചെയ്യും. ഇപ്പം പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം സാൻഡ്വിച്ച് കടകളെ എല്ലായിടത്തും മൈക്രോവേവ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോവേവ് കംപ്ലൈൻറ്റ് ഒക്കെ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഒരു മൈക്രോവേവ് കംപ്ലൈൻറ്റ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്ത് മറക്കണ്ട. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവൻ. അപ്പോൾ ഈ ഓവൻ എന്ത് കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇത് വർക്കാവുന്നില്ല, കസ്റ്റമർ പറഞ്ഞതിൻ്റെ ഡിസ്പ്ലേ ഒന്നും വരണില്ല, എന്ത് വെച്ചാലും ചൂടാവുന്നില്ല എന്ന് പറയണത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓവൻ ഇളക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഓവൻ്റെ സൈഡിലെല്ലാം ഇവിടെ ഈ കാണുന്ന ഭാഗത്തെല്ലാം ഓരോ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ, ഇവിടെ ഒരു സ്ക്രൂ, അതിൻ്റെ താഴെ, അതിൻ്റെ അത് കണക്ക് ഇപ്പുറ സൈഡ്, 4 സൈഡെല്ലാം അങ്ങനെ, ഈ സൈഡ് അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ അതേ കണക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എല്ലാം സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രൂ എല്ലാം ഇളക്കി എടുത്താൽ മതി. എല്ലാ സ്ക്രൂവും ഒരേ കണക്കുള്ള സ്ക്രൂ ആണ്. അതിപ്പോൾ ആ സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ്. ചെറിയ ഫ്ലവർ സ്റ്റാറിൻ്റെ സ്ക്രൂ വരും. ഫ്ലവർ സ്റ്റാറിൻ്റെ സ്ക്രൂ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ചെറിയ ഫ്ലാറ്റ് ഇട്ടാണെങ്കിൽ നമുക്ക് ഇറക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ അതിൽ ഇളക്കിയെടുത്ത സ്ക്രൂ. അപ്പോൾ നമ്മളെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ ഇളക്കാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഇതിൻ്റെ മേലിൽ നിന്നൊരു തട്ടും ബാക്കിലോട്ട് പ്രസ് ചെയ്ത് തട്ടി കൊടുത്തത് ഇത് കണക്ക് കവറിഞ്ഞ് ഊരി വരും. അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ആ പാനലിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേക്കുന്നതാണ്. ആ കവറിഞ്ഞ് ഊരി വരും. അപ്പോൾ ആ കവർ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് മൊത്തം ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അതേ കണക്ക് തന്നെ പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കൊരു ബ്ലോവർ എടുത്തിട്ട് അത് സർവീസ് ചെയ്ത് കളയാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ മെയിനായിട്ട് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ സർവീസ് ചെയ്ത് കളയണം. എന്ന് വെച്ചാൽ ഫുഡിൻ്റെയൊക്കെ അതുവഴി ഇതുവഴിയൊക്കെ അതിൻ്റെ അകത്ത് സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇതിൻ്റെ അകത്ത് മൊത്തം നല്ല ഫുഡിൻ്റെ സാധനങ്ങൾ ഈ 2 സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഓവൻ ഓണാക്കി നോക്കണം. ഞാനിപ്പോൾ പവറോടെ കുത്തിയിട്ട് നമ്മൾ ഓണാക്കി നോക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഓണാക്കി നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പവർ കുത്തിയിട്ട് ഞാനിപ്പോൾ അത് സർവീസ് ചെയ്യാം. നേരത്തെ പറയുന്നത് മൊത്തം ഗ്ലോബർ എടുത്ത് എടുത്ത് കളയാണ്. അതിപ്പോൾ അതിനകത്ത് നിന്ന് സർവീസ് ചെയ്ത് അതിൻ്റെ പൊടിയും ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ട്, വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ നെയ്യൊക്കെ കുരുവൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പം കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഞാനിപ്പോൾ ഇത് ഗ്ലോബർ എടുത്ത് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ പവർ കുത്തി ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ അവിടെ പവർ കുത്താൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കിയപ്പോൾ കാണാം. അതിൻ്റെ ബേസ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇതിൻ്റെ പവർ കുത്തിയിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതപ്പോൾ ഇതിൻ്റെ പവർ കുത്താൻ പോവുകയാണ്. ഞാനിപ്പോൾ ഫ്ലഗ് ടോപ്പിൻ്റെ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്താ പവർ ഓണാക്കിയിട്ട് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ ലൈറ്റ് എന്തെങ്കിലും സിമ്പിളോ എറർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എറർ കോഡൊക്കെ കാണിക്കും. ടച്ചബിളാണ് അതിൻ്റെ സ്വിച്ച് എല്ലാം. അതിൻ്റെ അകത്ത് ഒന്നും കാണിക്കുന്നില്ല, ഒരു പവറും അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. ഡിസ്പ്ലേ ഒക്കെ ഡെഡാണ്. അപ്പം നമുക്ക് നോക്കാം ഇനി ഇതിൽ എന്താണ് കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ സ്വിച്ച് ഊരിയിട്ട് നമ്മൾ അതിൻ്റെ ഓയിലിളക്കി വിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മൾട്ടിമീറ്റർ എടുത്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മൾട്ടിമീറ്റർ എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂറ്റി ഇട്ടിട്ട് അതിൻ്റെ 2 കാലുകൾ തമ്മിൽ ആ ഓയറിൻ്റെ കാലിൽ നിന്ന് ഒന്നിച്ച് വയ്ക്കുന്ന സമയത്ത് അത് കീ എന്നുള്ള ബെസ്റ്റ് സൗണ്ട് കിട്ടും. അതാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി സൗണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ വയ്ക്കുന്ന സാധനത്തിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കീ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഞാൻ പവറൊക്കെ ഊരി എടുത്തതിന് ശേഷം ഇനി നമുക്കത് മൾട്ടിമീറ്റർ എടുത്ത് ചെക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കാണാം. ഇപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെ ഉണ്ടെങ്കിൽ വർക്കാണെന്നാണ് സാധനം. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യണം നോക്കിയാൽ ഇപ്പം ഫസ്റ്റ് നമുക്ക് വയർ കംപ്ലൈൻറ്റ് ഉണ്ടാകും ചെക്ക് ചെയ്തേക്കാം. അതിന് വയറിൻ്റെ ന്യൂട്രൽ ലൈൻ പിടിച്ചതിന് ശേഷം ന്യൂട്രലിൻ്റെ ആ കാല് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ബോർഡിലോട്ട് കയറുന്ന ന്യൂട്രലിൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു മറ്റേ കാല് വെച്ച് പിടിക്കുമ്പോൾ ബസ് സൗണ്ട് ഉണ്ടാകുന്ന നോക്കണം. അപ്പോൾ അങ്ങനെ ബസ് സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈഡ് ക്ലിയർ ആണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ന്യൂട്രൽ സൈഡിൽ ബസ് സൗണ്ട് ഉണ്ട്, അത് ക്ലിയർ ആണ്. അതേ കണക്കിന് അതിൻ്റെ ഫേസ് ലൈനിലും വെച്ചിട്ട് ഇപ്പുറത്തെ ബോർഡിൽ കയറുന്ന ലൈനിൽ വെച്ച് പിടിച്ച് നോക്കണം. അപ്പോഴും ഫേസ് ചെയ്തതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വയറിന് കംപ്ലൈൻറ്റ് ഇല്ലെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ എർത്ത് വരെ പിടിച്ച് എർത്തും കറക്റ്റാണ് നോക്കുന്നത്. അപ്പോൾ എർത്തെല്ലാം കറക്റ്റാണ്.
അപ്പോൾ ഇതിന് വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ വയറിൻ്റെ ഭാഗത്ത് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ അടുത്ത ആ വയർ കയറുന്നതെന്ന് വെച്ചാൽ മെയിൻ കയറുന്നതെന്ന് വെച്ചാൽ ഫീസിലാണ്. അപ്പോൾ ആ ഫീസ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഈ ഫീസാണ് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഫീസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ബോർഡിൻ്റെ ഫീസ് ആണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ബോർഡിൻ്റെ ഫീസ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബോർഡിൻ്റെ ഫീസ് കണ്ടിന്യൂറ്റി ഇല്ല. അപ്പോൾ ആ ബോർഡിൻ്റെ ഫീസാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഫീസ് പോയിട്ടുണ്ടെങ്കിൽ എവിടെ സമയത്ത് ഹൈ ലോഡ് വന്നിട്ട് അല്ലെങ്കിൽ എവിടെയും വല്ല ഷോർട്ടായിട്ടായിരിക്കും ഇത് പോയിട്ടുള്ളത്. വെള്ളം ആ സമയത്ത് ഇതിനൊക്കെ നേരത്തെ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ ഈ നെയ്യണക്കൊക്കെ ഉരുവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കറങ്ങുന്ന സമയത്ത് വെള്ളമാണ് തെറിച്ച് അല്ലെങ്കിൽ ആ നെയ്യാണ് വേണ്ടി എർത്തിങ്ങാണായിട്ടായിരിക്കും ആ ഫീസ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫീസ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ശേഷം നമുക്ക് ഫീസ് ചെക്ക് ചെയ്യണം എങ്ങനെ നോക്കാം. ഫീസ് ചെക്ക് ചെയ്യണത് ഞാൻ ഒരു ഫീസ് ചെക്ക് ചെയ്യണ വീഡിയോ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൾട്ടിമീറ്റർ എല്ലാവരും വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് ട്രെയിൻ എടുത്ത് വയ്ക്കുക. ടെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ബൈക്കിൽ കൈ കൊടുക്കുമ്പോൾ ടെസ്റ്റ് കത്തുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് ആ ഫീസിൻ്റെ അറ്റത്ത് നമ്മൾ പിടിച്ചതിന് ശേഷം ഒന്ന് കൈ കൊടുത്ത് നോക്കുക. അപ്പോൾ ടെസ്റ്റ് കത്തണം നോക്കുക. അതാ ഇപ്പം നിങ്ങൾ ടെസ്റ്റ് കത്തുന്നില്ല. ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ ഫീസ് പോയതാണ്. അപ്പം ആ ഈ കത്തുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്, കത്തില്ലെങ്കിൽ ഫീസ് പോയതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇതിപ്പം പോയ ഫീസാണ്. അപ്പോൾ നമ്മൾ ഈ ഫീസ് മാറ്റി വെച്ചതിന് ശേഷം പുതിയ ഇതേ കണക്ക് എത്ര ആംബിയറിൻ്റെ ഫീസാണ് ആ കറക്റ്റുള്ള ആംബിയറിൻ്റെ ഫീസ് നമ്മൾ മേടിച്ച് അപ്പോൾ അതിൽ നമ്മൾ ആ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെറിയ എഴുത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ആംബിയറാന്നുള്ളത്. ആ സെയിം ആംബിയറിൻ്റെ ഇത് 12 ആംബിയറിൻ്റെ ഫീസാണ്. 12 ആംബിയറിൻ്റെ സെയിം ഫീസ് എടുത്തിട്ട് നമ്മൾ മേടിച്ച് കടയിൽ നിന്ന് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഈ ഫീസ് നല്ല ഫീസാണിത്. ഇപ്പോൾ പുതിയ ഫീസ് മേടിച്ചിട്ട് അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കത്തന കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഇടത് സൈഡിലുള്ളതും വലത് സൈഡിൽ വെച്ചേക്കണ പുതിയ ഫീസാണ്, അത് കത്തന കാണാൻ പറ്റും. ഇടത് സൈഡിലുള്ളത് പഴയ ഫീസാണ്, അത് കത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനെ നമുക്ക് മൾട്ടിമീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയും ചെക്ക് ചെയ്തത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ശേഷം നിങ്ങൾ ആ ഫീസിൻ്റെ ഇടുന്ന ക്ലിപ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോസ് പ്ലെയർ അതെനിക്ക് പ്ലെയറെ വെച്ചിട്ട് അതൊന്ന് അടുപ്പിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ലൂസായാലും ഇതിൻ്റെ അകത്ത് ലൂസായാലും ഇത് ഇങ്ങനെ സ്പാർക്കായ പീസ് ചൂടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെ എല്ലാ ഭാഗങ്ങളും നോക്കി വേണം അത് ചെയ്യാൻ. അപ്പം ഞാൻ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്. ക്ലിപ്പ് ഒന്ന് അടുപ്പിച്ച ശേഷം എന്നിട്ട് ഈ ഫീസ് ഇടുമ്പോൾ നല്ല ടൈറ്റിന് ആ ഫീസ് ഇരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഷോർട്ട് വരാം, ഒരു കാരണത്തിലും ഷോർട്ട് വരത്തില്ല. ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കോയിലും എല്ലാ ഭാഗങ്ങളും ഫാനും എല്ലാം നമ്മൾ എർത്തിങ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ എർത്തിങ് ഉണ്ടോ ബോഡിയിട്ട്, അങ്ങനെയാണ് ഈ ഫീസ് പോയത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ കോയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കപ്പാസിറ്ററിൻ്റെ വയർ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഫാനിൻ്റെ ഭാഗത്ത് ഫാനിലോട്ട് കയറുന്ന വയർ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കണക്കിന് അതിൻ്റെ കട്ട് ഓഫ് ആവുന്ന ഹീറ്റിംഗ് സെൻസറിൻ്റെ എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ഡൗട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഡോർ സ്വിച്ച് ആയിരിക്കാം, ഇതിപ്പോൾ എനിക്ക് ഫീസ് കംപ്ലൈൻ്റ് ആണ്. ചിലപ്പോൾ അതിൻ്റെ കപ്പാസിറ്റർ പോയതായിരിക്കാം, അല്ലാതെ ചിലപ്പം അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഡോർ സ്വിച്ച് പോയതായിരിക്കാം. ഇപ്പോൾ ഇത് ഫീസ് പോയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഫീസാണ് പോയത്, അത് ഓക്കെയാണ്. അതിനുശേഷം നമ്മളത് അവിടെ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്തതിന് ശേഷം നമ്മൾ പുതിയ ഫീസ് ഇട്ട് പവർ കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേയിൽ പവർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഡിസ്പ്ലേ പവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ബോർഡ് പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേ പവർ ഉണ്ട്. അപ്പോൾ ബോർഡിനൊന്നും പ്രശ്നമില്ല, വേറെ ഒന്നിനും പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഡോർ ഇനി നമ്മൾ ഈ മോട്ടർ കംപ്ലൈൻ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി മോട്ടർ ജാമായിട്ടാണ് ഇരുന്നിട്ടാണ് ഇത് ലോഡ് കയറി ആ ഫീസ് അടിച്ച് വേണം ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ കറങ്ങുന്ന ഗ്ലാസ് പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ട് കസ്റ്റമർ നമുക്ക് തരാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു മാസ്കിൻ ടേപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മാസ്കിൻ്റെ റൊട്ടേറ്റിംഗ് ഈ ഇപ്പം മാറുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതപ്പോൾ നമ്മളിവിടെ ഓവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അകത്ത് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാധനം വർക്കാണ്. ഇനി നമുക്ക് കുറച്ചാലം ഒന്ന് ഓടിച്ചതിന് ശേഷം നോക്കാം എവിടെയെങ്കിലും ആ മോട്ടർ കറങ്ങുന്നുണ്ടോ, വേറെ എവിടെയെങ്കിലും ഓയിൽ ചൂടാവുന്നുണ്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കാം. അതെ കോയില് കറക്റ്റ് വർക്ക് ചെയ്യുന്നത്, കോയിൽ ചൂടാവുന്ന എല്ലാം നോക്കാം നമുക്ക്. ഇപ്പം ഞാൻ കോയിലൊക്കെ ചൂടാവുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഊരിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ആ ഒട്ടിച്ച ടേപ്പിൻ്റെ ഭാഗം മാറിയിട്ടുണ്ട്. ഞാൻ ഇപ്പുറ സൈഡിലാണ് ഒട്ടിച്ചിരുന്നത്, ഈ കൈ വയ്ക്കാൻ ഈ സൈഡിലാണ് ഒട്ടിച്ചിരുന്നത്. അതിപ്പോൾ അപ്പുറത്ത് വരുന്നുണ്ട്. അപ്പം മോട്ടറൊക്കെ കറങ്ങുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്ന് ഹെവി ലോഡ് വന്നിട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ അകത്ത് സാധനം വെച്ചിട്ട് ചൂടായ സമയത്ത് വെള്ളമോ അതിനൊക്കെ നെയ്യോ എന്തെങ്കിലും തെറിച്ചിട്ടൊക്കെ അത് ചിലപ്പം ഷോർട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മളിവിടെ കവറുടെ തിരിച്ച് കവർ എങ്ങനെ ഇളക്കിയെടുത്ത് അത് ഇണക്കിട്ട് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇളക്കിയെടുത്ത എല്ലാ സ്ക്രൂവും തന്നെ തിരിച്ചിടണം നിങ്ങൾ. ഞാൻ ഇപ്പോൾ എല്ലാ സ്ക്രൂ തിരിച്ചിട്ടാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രൂ എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം എല്ലാ പണിയും കഴിഞ്ഞതാ വീണ്ടും ഞാൻ ജസ്റ്റ് ഫൈനൽ ഒന്ന് ഓണാക്കി നോക്കുകയാണ്. ഇനി ഓണാക്കി നോക്കാൻ നമുക്ക് ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ എല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും. ഇതിനുശേഷം നമ്മളിപ്പോൾ അത് ഓണാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കുമ്പോൾ ഓവൻ വർക്കായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത ബെല്ലേക്ക് ആളാക്കിടാനും മറക്കരുത്. എന്നാലേ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്തു പോകാനുള്ള പ്രചോദനം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് നല്ലൊരു വർക്കുമായി അടുത്ത വീഡിയോ കാണാം.